അടിപൊളി കാഴ്ച. എന്താ പറയാ, നോക്കി ഇത്രയും പിള്ളേര് കൂടിയാണ്. നാരങ്ങയുടെ കൊണ്ട് നാരങ്ങയുടെ കൊണ്ടോ? ഇത് ചുമ്മാ നമ്മള് എന്തെങ്കിലും പറയാനല്ല, ഇത് തിന്നണ്ടോന്ന് നിങ്ങൾ നോക്കിക്കോ. കർഷകന് അറിയാം, ദഹനനുസരിച്ച്. ഈ അറിയാൻ പാടില്ലാത്ത പുതിയ തലമുറയിലെ യൂട്യൂബിൽ നോക്കി കൃഷി ചെയ്യാൻ ഇറങ്ങണവനാണ് അബദ്ധം പറ്റുന്നത്. പശു വളർത്തുമ്പോൾ എത്രത്തോളം ചെലവ് കുറച്ച് പശു വളർത്താമെന്നാണ് എപ്പോഴും നമ്മുടെ കർഷകർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പശു വളർത്തലിൽ ചെലവ് കുറയ്ക്കുന്ന ഒരു കർഷകനെയായിട്ട് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പൊ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്ന മൂവാറ്റുപുഴയ്ക്കടുത്ത് പേഴക്കപ്പള്ളി എന്ന സ്ഥലത്താണ്. ഇന്ന് കാണാൻ പോകുന്ന കർഷകൻ പശു വളർത്തലിൽ തീറ്റ ചെലവ് കുറയ്ക്കാൻ പല ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ട്. അതും വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. അപ്പൊ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാവോ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല ആണ്, മൂവാറ്റുപുഴ വിലായ കോളേജിന്റെ അടുത്ത്. പേര് പറഞ്ഞില്ലല്ലോ. ഷൗക്കത്ത്. ഓക്കെ. അപ്പൊ ചേട്ടന്റെ പശു വളർത്തലാട്ടോ നമ്മളിത് കാണാൻ പോകുന്നത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ പശു വളർത്തുന്നത് അല്ലെ? അതെ. നമുക്കൊരു കടയുണ്ട്, ഒരു ബേക്കറി കടയുണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്ന സാധനങ്ങള്, ഈ അയലക്കം വീട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങള്, അങ്ങനെ പിന്നെ ഇവിടെ ഈ ചക്ക സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലം. ഇവിടെ കമ്പനികളില് ഈ വറക്കണ ചക്കയുടെ ഇതുണ്ടല്ലോ, മടലുണ്ടല്ലോ, അതിപ്പോ നിലവിൽ തീർന്നേക്കുവാണ്. എങ്കിലും അതും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. തിരിയും തവിടും കൊടുക്കുന്നുണ്ട്, കൊടുക്കണില്ല എന്ന് നമ്മൾ പറയില്ല. കാരണം വെച്ചാൽ തിരി കൊടുത്താലാണ് പാല് കിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ? കൊടുത്തു നോക്കാം. ചേട്ടൻ പറഞ്ഞതുപോലെ തിന്നോന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ചേട്ടന്റെ പശുത്തൊഴുത്തും പശുക്കളും ഇതാട്ടോ. ഞാൻ വന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട്. ഇത് കടയിലെ പഴുത്തൊലിയാണ്. കടയിലെ പഴുത്തൊലി. ഓക്കെ. ഇത് ആദ്യം ആ പൊടി ഇച്ചിരി ഇട്ടു. ഇത് ഇട്ടുണ്ടോ? അത് ഇട്ട് കഴിഞ്ഞപ്പോ ചാടി പിടിക്കണോ? അത്രയും നേരം നോക്കിക്കൊല്ലായിരുന്നോ? അതെ അതെ അതെ. ബിസ്ക്കറ്റ്, അതും മറ്റേ കോണ്ടോപ്പ് ഇതുണ്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഉണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് വയറ്റിൽ ചെന്നാ പ്രശ്നമാണ്. പക്ഷെ തിന്നില്ല, ഒരു പരിധി വരെ നമ്മൾ ഈ കന്നാലി തിന്നില്ല, കടിച്ചു പോളൂ. ഇത് ഭായിമാരുടെ വേസ്റ്റ്. അത് ഭായിമാരുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ലാത്ത സാധനമൊന്നുമല്ല കേട്ടോ. അപ്പൊ ഈ തിന്നാതെ വന്നു കഴിഞ്ഞാ ഇതേമാതിരി ഒരു ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുക്കുക, അപ്പൊ ചാടി പിടിക്കും. ഇതിപ്പോ എത്ര നാളെ കൊടുത്തിട്ട്? ഇത് പശു വളർത്തുമ്പോ തൊട്ട് കൊടുക്കണാണെങ്കിൽ ഈ പശു വന്നിട്ട് ഇപ്പൊ നിലവിൽ ഒരു 2 മാസത്തിന് 3 മാസമായി. ഇവക്ക് 1 മാസം ചെനയും കാര്യങ്ങളും. അവക്ക് ചെനയില്ല. ഇപ്പൊ ഓർമ്മ വിറ്റുള്ളൂ. 4 മാസം ചെനയും 8 ലിറ്റർ പാലും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ഈ വേസ്റ്റ് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ട് എത്ര നാളായി ഇങ്ങനെ? അതോ ഇത് ഇവിടെ ഏത് മൃഗം വന്നാലും ഇത് ഇങ്ങനെ തന്നെ കൊടുക്കും, വേറെ മാറ്റമൊന്നുമില്ല. വളർത്തൽ തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. നമ്മൾ ചെലവ് കുറയ്ക്കുക. ഇപ്പൊ ആ കോൺ കണ്ടില്ലേ? അത് ഐസ്ക്രീമിന്റെ കോണാണ്. നമ്മള് പിള്ളേര് കഴിക്കണ കോൺ ഐസ്ക്രീമില്ലേ? അതിന്റെ കോണ, ആ കോണാണ് അല്ലേ? നമുക്ക് കഴിക്കാവുന്ന സാധനമാണത്. ആ സാധനം ഡാമേജ് വന്നത് കമ്പനി പോയി എടുത്തോണ്ട്. അത് ഇട്ട് കൊടുത്തോ, തിന്നും. ധൈര്യമായിട്ട് കൊടുത്തോ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അടുത്തത് പച്ചക്കറിയുടെ വേസ്റ്റ് ആട്ടോ. അതാ നാരങ്ങയുടെ കൊണ്ട്. നാരങ്ങയുടെ കൊണ്ടോ? ഇത് ചുമ്മാ നമ്മള് എന്തെങ്കിലും പറയാനല്ല, ഇത് തിന്നണ്ടോന്ന് നിങ്ങൾ നോക്കിക്കോ. ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ ചേട്ടാ പെല്ലറ്റ് എന്തോരം കൊടുക്കും നമ്മള്? പെല്ലറ്റ് ഇവക്കൊക്കെ ഒരു 3 കിലോ 3.5 കിലോ പെല്ലറ്റ് എടുക്കും. അവക്ക് 8 ലിറ്റർ 9 ലിറ്റർ വെള്ള. അവള് തമിഴ്നാട്, ഇവളും തമിഴ്നാടാ. ഇവള് 25 ലിറ്റർ പാല് അലങ്കറവ് കിട്ടിയ പശുവാ. 1 ലക്ഷം രൂപയുടെ മേളില് പാർട്ടി മേടിച്ച. ഇവര് ശരിക്കും പറഞ്ഞാൽ തടിക്ക് അറക്കാൻ കൊടുത്ത 2 പശുക്കളാ. ഈ 2 പശുക്കളാ? അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ട് നിർത്തി. അവർക്ക് 8 ലിറ്റർ പാലുണ്ട്, ഇവക്ക് 6 ലിറ്റർ പാലുണ്ട്. ഞാൻ കൊടുന്ന് കഴിഞ്ഞ 9-ാം തീയതി കുത്തി വെച്ചേക്കണയാ. ഇതിനൊക്കെ അർത്ഥത്തിൽ നമ്മൾ കന്നാലി പണിക്കാൻ നടന്ന എവിടുന്ന കിട്ടണേ? ഒരു സ്ഥലത്തും കിട്ടൂല. ഇത്രയും നല്ല പശുവും. ആദ്യത്തെ പ്രസവങ്ങള് ചെന പിടിക്കൂല. ഈ കേസ് മൊത്തം കുത്തി കയറ്റി കഴിഞ്ഞാൽ ചെന പിടിക്കണെങ്കിലോ? ചെന പിടിക്കൂല. നമ്മള് നോക്കി ഇപ്പൊ ചെന പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ചെന പിടിച്ചില്ലെങ്കിൽ അവള് നന്നായി പോരുക. ഇപ്പൊ ആ പശു വരുമ്പോ ഒരു 120 കിലോ ഉള്ളൂ. ഇപ്പൊ ഒരു 120 കിലോ 150 കിലോ ആയി. പശുവിന്റെ വലിപ്പമാണെങ്കിൽ വെളിയിലേക്ക് ഇറക്കി വിടണം.
പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്. ഓക്കെ. ഇതിപ്പോ ഒരു ദിവസം എന്തോരം കൊടുക്കും ചേട്ടാ ഇതൊക്കെ? ഇപ്പം ഇവർക്ക് വിഷയമല്ല, ഇവർക്ക് എന്തോരം ഇട്ട് കൊടുത്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവരുടെ പശുക്കളാ. ഇളംകറവിക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. കൊടുക്കുന്ന കാര്യങ്ങളില് അളവും കാര്യങ്ങളും അളവും കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറ്റൂല. അതായത് ആ പശുവിന്റെ ദഹനം അനുസരിച്ച് കൊടുക്കണം. കർഷകന് അറിയാതെ, കർഷകന് അറിയാം ദഹനം അനുസരിച്ച്. ഈ അറിയാൻ പാടില്ലാത്ത പുതിയ തലമുറയിലെ യൂട്യൂബിൽ നോക്കി കൃഷി ചെയ്യാൻ ഇറങ്ങണവനാണ് അബദ്ധം പറ്റുന്നത്. പിന്നെ ഉമ്മണി ഭായിമാരെ ഏൽപ്പിക്കും. റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരു 12 ലിറ്റർ പാല് കിട്ടണ പശു നമ്മുടെ പൂത്തൃക്കാന്ന് പറഞ്ഞ സ്ഥലം, കോലഞ്ചേരി അപ്പുറം, അവിടുത്തെ പശുക്കൾ 1.5 ലക്ഷം രൂപ 1.4 ലക്ഷം രൂപ കുറഞ്ഞ പശു ആ തൊഴുത്തിലേക്ക് കയറ്റില്ല. ആൾക്ക് മതിയായ ഒരു പേരായിട്ടൊരു ഇതുള്ള ആളാ, ഹോട്ടല്. പുള്ളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ക്രേസാ. എന്തോരം കാശ കളയണമെന്നറിയോ? കാരണം എന്ന് വെച്ചാൽ ഇത് കൊന്നിട്ട് അങ്ങോട്ട് തൊഴുത്തിലേക്ക് കയറ്റിയിട്ടും ഭായിമാര് നോക്കും. ഭായിക്ക് എന്നാ പറയണ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒന്നും തിരിയില്ല. അവൻ കുളിപ്പിക്കും കറക്കും. പശുവിന്റെ മേല് പൊട്ടിക്കഴിഞ്ഞാൽ അറിയില്ല. ഒരു ദിവസം ഒരു പശുവിനെ എനിക്ക് തന്നോട്ട് ഇവിടെ പൊട്ടി ഉള്ളിലേക്ക് പഴുത്ത് ഇറങ്ങി പുഴുവായി. അതുപോലെ കാല് കംപ്ലൈന്റ് ആയി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരു 15 ദിവസം കൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തെടുത്തു. എന്ത് ചെയ്ത നമ്മൾ ചെയ്യണെന്ന് വെച്ചാൽ നമ്മൾ കാരണവന്മാര് ചെയ്യുന്ന രീതി, അതായത് നമുക്ക് നീർക്കെട്ട് വന്നാൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയെ ചെയ്യുള്ളൂ. മോഡേൺ മെഡിസിൻ കൊടുക്കും, ക്രിട്ടിക്കൽ വന്നാൽ മോഡേൺ മെഡിസിൻ കൊടുക്കും, ഇല്ലേ ഹോമിയോ കൊടുക്കും. ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ചേട്ടന് എന്താണ് ആ മരുന്ന് കൊടുത്തത്? ഒരു നാടൻ മരുന്നായിരിക്കുമല്ലോ കൊടുത്തത്? അല്ല, നാടൻ മരുന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പം നീർക്കെട്ട് വന്ന ചുക്കും കുരുമുളകൂട്ട ആവി പിടിക്കൂലേ, ചുക്കും കുരുമുളകും കൂടി തിളപ്പിച്ച് കഷായം ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കും. എത്ര നേരം കൊടുക്കും അത്? അതാ പശുവിന്റെ രീതി അനുസരിച്ചാണ്. നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ ഒന്നിനും അളവ് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുള്ളൂ. മറ്റേത് ഇന്ന് തീരായില്ലോ. അപ്പൊ പുല്ലൊക്കെ ചേട്ടൻ ചെത്തിക്കൊണ്ടുവരുവാണോ അതോ? പുല്ല് ഉമ്മ വെട്ടും. ഉമ്മ വെട്ടും, ഞാൻ വെട്ടും, പെണ്ണുമ്പിള വെട്ടും. എല്ലാരും ഒരുമിച്ചാണ്? അല്ല, ഇവരൊക്കെ ചെറിയൊരു ഹെൽപ്പുകള്. മെയിൻ കളിക്കാരൻ നമ്മള് തന്നെയാ. അപ്പൊ നമ്മളിങ്ങനെ നിന്നാ മാത്രമേ ഇതുങ്ങള് സക്സസ് ആവുള്ളൂ. ഇതിപ്പോ രാവിലെ നിങ്ങള് കറവൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കുവോ? ഇപ്പൊ നിലവില് ശരിക്കും പറഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ് 8 മണി 8 ആകുമ്പോ ഞാൻ ഫാമിൽ നിന്ന് പോണ ആളാ, കൊച്ചിന്ന് പോണ ആളാ. കച്ചവടത്തിന് എന്തെങ്കിലും കച്ചവടം മേടിക്കോ കൊടുക്കുവോ അങ്ങനെ പോണ ആളാ. പക്ഷെ ഇന്ന് ഇച്ചിരി പറ്റില്ലാത്തോണ്ട് താമസിച്ചു. പിന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തു. ഈ ഫുഡ് കൊടുക്കണം കാണിക്കണമല്ലോ, അങ്ങനെ താമസങ്ങൾ വന്നു. ഇപ്പൊ ഇത് നോക്കാൻ വേണ്ടി 5-8 പോത്തിപ്പുണ്ട് ഈ പാണയില്. പോരെ അവിടെ പോത്തിക്കുണ്ട്. പശുവിന്റെ വിൽപ്പനയുണ്ടോ? അപ്പൊ നമ്മൾക്ക് വിൽപ്പനയാണ് മെയിൻ വിൽപ്പനയാണ്. മെയിൻ വിൽപ്പന എന്ന് പറഞ്ഞാല് കന്നാലി വാങ്ങിക്കും, കൊടുക്കും, പിന്നെ ഫാമാർക്ക് എടുത്തു കൊടുക്കും. ഫാമാർക്ക് നല്ല പശുക്കള് 10, 15, 20 ലിറ്റർ പാലുള്ള പശുക്കള് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അടുത്തുണ്ടാവും. ഇപ്പൊ തൊട്ട് താഴെ പശുക്കളിപ്പുണ്ട്, പ്രസവടുത്ത് നമുക്ക് കാണാം. ഈ കുട്ടി ഏതാ? ഇത് ഇവക്കടെ. ഇതിപ്പോ എത്ര മാസമായി? ഈ ഒരു 3-4 മാസത്തിന്റെ വെള്ളമായിട്ടുണ്ട്. ഇത് ചെനപ്പശുവാണ്. എത്ര മാസം ചെനയാട്ടാ? ഇത് ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളില് ഇത് 13 ലിറ്റർ പാല് കിട്ടിയതാണെന്നാണ് ഈ തന്ന ആൾക്കാർ പറയുന്നത്. അപ്പുറത്തെ പശുവാണ്. ഞാൻ പറഞ്ഞല്ലേ, ഒരു 10 ദിവസം മുന്നേ പ്രസവിച്ചോളൂ. ഇവക്ക് 12 ലിറ്റർ പാല് കിട്ടിയതാ. ഇതൊന്നും നമ്മള് കറന്ന പശുക്കളല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളാ. ഇവിടെ കിടാവാതാ നിൽക്കണേ. ഇതൊക്കെ ഒരു 65-75 രൂപ റേഞ്ച് വരും. ഇത് പശുക്കളാണ് തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മൾ തീറ്റയും കൊടുത്ത് മടിയും കെട്ടി. മടി കെട്ടുകയെന്ന് പറയും. ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ മടി കെട്ടും, കറക്കാതെ നിർത്തും. അവർക്ക് അതിനുള്ള പണി അറിയാം. ഇതൊക്കെ കൊടുക്കാനുള്ള. ഇത് പ്രസവിച്ചിട്ട് 2-4 ദിവസമായുള്ളൂ. ഇതിന്റെ കുട്ടി ഇവിടെ ഉണ്ട്, കുട്ടി അപ്പുറം കിടപ്പുണ്ട്. അത് ചെനപ്പശുവാണ്. 6 എണ്ണം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ 3-4 എണ്ണം വിറ്റുപോയി. ഇപ്പൊ കയറി നിങ്ങൾ തന്നെ തൊട്ട് മുമ്പ് കയറി പോയുള്ളൂ 3 പശുക്കളല്ലേ. അപ്പൊ ചേട്ടന്റെ മോളാട്ടോ? എന്റെ പേര് റസ്മിയ. ഞാൻ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് പഠിക്കുന്നത്.
കോതങ്കലം. ഓക്കെ. അപ്പൊ ഈ പശു വളർത്തലിൽ എന്തെല്ലാം കാര്യങ്ങൾ അച്ഛനെ സഹായിക്കാറുണ്ട്? ഞാൻ പശുവിനെ ഈ തൊഴുത്തിൽ നിന്ന് മാറ്റി കെട്ടാനൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ തീറ്റ ഇട്ട് കൊടുക്കാനും പിന്നെ സഹായിക്കാറുണ്ട്. പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാനൊക്കെ സഹായിക്കാറുണ്ട്. അല്ല ചെറിയ ജോലി ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്സിന് പോകുമ്പോ ഒക്കെ സഹായിക്കും? ക്ലാസ്സിന് ഇടയ്ക്ക് എങ്ങനെ? രാവിലെ പോണതിന് മുമ്പ് മാറ്റിക്കെട്ടും. പിന്നെ സ്കൂൾ വിട്ട് കഴിയുമ്പോ പിന്നെ ഒന്ന് സഹായിക്കും, സമയം ഉണ്ടെങ്കിൽ സഹായിക്കും. അപ്പൊ ഈ കാണുന്ന പോത്തുകൾ ഏതൊക്കെയാണ്? ഇതിപ്പോ ഈ വലിയ പെരുന്നാള് ആയിട്ട് നമ്മള് വാങ്ങിച്ചു നിർത്തിയേക്കണ പോത്തുകളാണ്, വിൽക്കാൻ വേണ്ടിട്ട്. പിന്നെ എത്ര പ്രായം ഉണ്ടെന്നേ? ഇവനൊരു 3 വയസ്സാണ് അവർക്ക്. ഓക്കെ. അപ്പുറത്തെ അതിനും ഈ 2, 2.5, 3 വയസ്സ് 4 വയസ്സൊക്കെ പ്രായം. ഇവനൊക്കെ ഇച്ചിരി പ്രായം കൂടുതലുണ്ട്. അവർക്ക് രണ്ടുപേർക്കും പ്രായം കുറവുണ്ട്. ഇവിടെ ഇത് നമ്മൾ ചോദിക്കുന്നത്, നമ്മളിത് ഇതിന്റെ പള്ളിത്തൂക്കം എന്ന് പറയും. അതായത് എല്ലു ഇറച്ചി എല്ലാം കൂടി പള്ളിത്തൂക്കം നമ്മൾ പങ്കൂടൂലേ, അങ്ങനത്തെ തൂക്കം ഒരു 275 രൂപ പ്രതീക്ഷിക്കണേ. 1 ലക്ഷം രൂപയാണ് ഇവനെ ചോദിക്കണ വില. ഇത് വിൽക്കാൻ മേടിച്ചിരുന്നേക്കണെയാണ് പെരുന്നാളായിട്ട്. ഇപ്പൊ പെരുന്നാളിന് ഇനി എത്ര ദിവസം ഉണ്ടല്ലേ ഇറക്കാം? 38 ദിവസം ഉള്ളൂ. അപ്പൊ ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെ തീപ്പൊരി വിലയാ. ഈ ഓരോ ദിവസം അടുക്കുന്തോറും വില കൂടിക്കൊണ്ടിരിക്കും. ഇത് നല്ലതാണ്, പ്രായമുണ്ട്, ഇണക്കമുണ്ട്. പിള്ളേരൊക്കെ കൊണ്ടുനടക്കണം, അമ്മരൊക്കെ കൊണ്ടുനടക്കണം. അമ്മരൊക്കെ പിടിച്ചോണ്ട് നടക്കണം പുത്തളാണ്. ഇത് നമ്മുടെ അയലക്കംകാരൻ അലിയാർ സാഹിബ്. ഇത് സിദ്ദിഖയുടെ മോൻ, സിമ്പിൾ സിദ്ധി എന്ന് പറയും, ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഇക്കടെ മോനാണ്. ഇത് നമ്മുടെ അഷ്റഫിന്റെ മകനാണ്. പിന്നെ ഇത് എന്റെ മകൻ, ഇത് ജ്യേഷ്ഠന്റെ മകൻ, ഇത് അഷ്റഫിന്റെ മകൻ. അപ്പൊ ഇക്കടോടെ ഈ പോത്തിനെ വളർത്താൻ കൊണ്ട് ഇവരല്ലേ ഒക്കെ ഉണ്ടാവും. പിള്ളേര് കുറച്ച് പിള്ളേരും കൂടെ ഉണ്ട്. ഇന്ന് എന്നാന്ന് വെച്ചാൽ ശനിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഉള്ള ദിവസം ആയതുകൊണ്ട് പിള്ളേർക്ക് മദ്രസ പോയിക്കുക. അല്ലാത്ത ദിവസം മദ്രസ ഇല്ല. ശനി ഞായറുമാണ് ഇപ്പൊ നിലവിൽ പ്രവൃത്തി ദിവസം ഉള്ളൂ. മറ്റേ ഉള്ള ദിവസം രാവിലെ തന്നെ 7 മണിക്ക് 6 മണി 7 മണിക്ക് പോകും. 9 മണിയാകുമ്പോഴേമാര് തിരിച്ചു വരും. പിന്നെ ഈ തോട് ഇളക്കി മറിക്കല അങ്ങോട്ട് പോയ ചെറിയുണ്ട്, അവിടെയാണ് മെയിൻ ചാടണതും ഇതൊക്കെ. പോത്തിനെ കുളിപ്പിക്കാൻ പോവാട്ടോ. ആരാ കുളിപ്പിക്കുന്ന വെച്ചാൽ ഈ മക്കളാണ്. അപ്പൊ ചേട്ടന്റെ മോനാട്ടോ. പേര് പറഞ്ഞ മോനെ? മുഹമ്മദ് ഫാമിസ്. ഓക്കെ. എത്ര പഠിക്കുന്നേ? 7-ലാണ്. അപ്പൊ ബാപ്പനെ എന്തെല്ലാം കാര്യങ്ങൾ സഹായിക്കും പശു വളർത്തലില്? കുളിപ്പിക്കാനും തീറ്റ അടക്കാനും എല്ലാത്തിനും. എത്ര മണിക്ക് മുമ്പ് വരുവാ ബാപ്പയുടെ കൂടെ വെക്കേഷന്റെ സമയത്തൊക്കെ? 10 മണിയാകുമ്പോ വരുവോ? ഓക്കെ. ഈശ്വര, ആളുണ്ടോ? ഇല്ലല്ലേ. എത്ര മണി വരെ കാണുന്ന ഇവിടെ? നിങ്ങള് ഇവിടെ 2 മണിക്കൂർ കാണും അല്ലേ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മക്കളൊക്കെ എല്ലാം മിക്കവാറും തന്നെ മൊബൈലിലാണ് വെക്കേഷൻ സമയത്ത്. പക്ഷെ ഈ കുട്ടികളെ നമ്മൾ കണ്ടു പഠിക്കണം കേട്ടോ. ഇവരിങ്ങനെ എന്താ പറയാ, പ്രകൃതിയോടെ ഇണങ്ങി അവരെ ജീവിക്കുന്നത്. അപ്പൊ ചേട്ടൻ പെറ്റായിട്ട് വളർത്തുന്ന ഒരു മുട്ടനാട്ടോ? ഞാൻ വാങ്ങിച്ചോ. അതെ. ഓക്കെ. ഇനിയിപ്പോ എത്ര മാസം പ്രായമുണ്ട്? 12 മാസം. 12 മാസം. 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സല്ല, ആടിന്റെ കണക്കും പ്രകാരം 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞു. ക്രോസിംഗ് ചെയ്യുന്നു? ക്രോസിംഗ് ഇവിടെ 2-3 ആടുണ്ട് നമുക്ക് വേറെ. അവനെ ഈ ക്രോസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല ഇണക്കവും കാര്യങ്ങളും. അപ്പൊ പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാ വില 10,000 രൂപ കൂടുതൽ കിട്ടും. ചാടിയിരിക്കും. അപ്പൊ ഞാനൊരു കാഴ്ച കാണിച്ചു തരാമേ. ഇതേ കുട്ടികൾ ആ പോത്തിന്റെ പുറത്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അവരുടെ വെക്കേഷൻ സമയത്തുള്ള ഒരു പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അടിപൊളി കാഴ്ച. എന്താ പറയാ, നോക്കി ഇത്രയും പിള്ളേര് കൂടിയാണ് ഇത്. ഇത്രയും കുട്ടികൾ കൂടിയാണ്. ഈ പിള്ളേരോട് ഭയങ്കര ഇണക്കാട്ടോ ഇതിന്. ഈ പിള്ളേർക്ക് ഇനി സമയം പോണെന്ന് അറിയില്ല, എത്ര മണിയായെന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഞങ്ങളിവിടെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ.
ഞങ്ങള് കാലത്ത് ഒരു 9 മണിയൊക്കെ ആയി പോകുന്നതാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മൂവാറ്റുപുഴയ്ക്കടുത്ത് പേഴക്കപ്പള്ളി എന്ന സ്ഥലത്ത് ഷൗക്കത്ത് അലി ഇക്കയുടെ പശു വളർത്തലാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.